ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് അത്യാഗ്രഹിയായ ഒരു കർഷകന്റെ കഥ കേട്ടാലോ? പണ്ട് ഒരു ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു കർഷകനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു. കൃഷികൾ ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന ഫലങ്ങൾ ചന്തയിൽ കൊണ്ട് വിറ്റാണ് അവർ കഴിഞ്ഞിരുന്നത്. ഒരു ദിവസം കർഷകൻ വയലിൽ ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അയാൾ പോയി നോക്കിയപ്പോൾ അതാ അവിടെ ഒരു താറാവ് കുഞ്ഞ് കിടന്നു കരയുന്നു. അയ്യോ, ഈ താറാവ് കുഞ്ഞ് എങ്ങനെ ഇവിടെ വന്നു? കർഷകൻ ചിന്തിച്ചു. പിന്നീട് അയാൾ ആ താറാവ് കുഞ്ഞിനെയും എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. കർഷകൻ ഭാര്യയുടെ കയ്യിലേക്ക് താറാവ് കുഞ്ഞിനെ കൊടുത്തു. കർഷകന്റെ ഭാര്യയ്ക്കും വളരെ സന്തോഷമായി. അങ്ങനെ കർഷകനും ഭാര്യയും സന്തോഷത്തോടെ താറാവ് കുഞ്ഞിനെ വളർത്തി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ താറാവ് കുഞ്ഞ് വളർന്നു വലുതായി. ഒരു ദിവസം കർഷകനും ഭാര്യയും വയലിൽ പോയി തിരിച്ചെത്തിയപ്പോൾ സ്വർണ്ണമുട്ട കണ്ടു. ആദ്യം അവർക്ക് ഒന്നും മനസ്സിലായില്ല. ഈ സ്വർണ്ണമുട്ട വന്നു അവർ ചിന്തിച്ചു. എന്തായാലും ഈ സ്വർണ്ണമുട്ട ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം, കുറേ പണം കിട്ടും, കർഷകൻ പറഞ്ഞു. അങ്ങനെ അയാൾ സ്വർണ്ണമുട്ട ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. കുറേ പണം കിട്ടി. കർഷകനും ഭാര്യയ്ക്കും വളരെ സന്തോഷമായി. പിറ്റേ ദിവസം കർഷകൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കർഷകന്റെ ഭാര്യ അയാളെ വിളിച്ചു. എണീക്ക്, വേഗം എണീക്ക്. അയാൾ എഴുന്നേറ്റു. എന്താ? അയാൾ ചോദിച്ചു. ഭാര്യ പറഞ്ഞു, വേഗം വാ, വന്നു നോക്ക്. നമ്മുടെ താറാവാണ് സ്വർണ്ണമുട്ടയിടുന്നത്. വേഗം വാ. കർഷകൻ നോക്കിയപ്പോൾ അതാ അവിടെ ഒരു തിളങ്ങുന്ന സ്വർണ്ണമുട്ട. അയാൾ ആ മുട്ടയുമെടുത്ത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. കുറേ പണം വീണ്ടും കിട്ടി. അങ്ങനെ സ്വർണ്ണമുട്ടകൾ വിറ്റ് ദരിദ്രനായിരുന്ന കർഷകന്റെ ദാരിദ്ര്യം എല്ലാം മാറി. അങ്ങനെ ഒരു ദിവസം കർഷകന്റെ ഭാര്യ പറഞ്ഞു, നമ്മൾ എന്നും ഓരോ സ്വർണ്ണമുട്ടയുമായി പോകുന്നതിനു പകരം താറാവിന്റെ വയറിനുള്ളിലുള്ള മുഴുവൻ സ്വർണ്ണമുട്ടകളുമെടുത്ത് ഒരുമിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റുകഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പണം കിട്ടില്ലേ? അപ്പോൾ കർഷകനും ചിന്തിച്ചു, ശരിയാണല്ലോ, എന്നും ഓരോ സ്വർണ്ണമായി ചന്തയിൽ പോകുന്നതിലും നല്ലത് എല്ലാ സ്വർണ്ണമുട്ടകളും ഒരുമിച്ച് കൊണ്ടുപോയി വിൽക്കുന്നതാണ്. അപ്പോൾ നിറയെ പണം കിട്ടും. നമ്മൾ പെട്ടെന്ന് വലിയ പണക്കാരായി മാറും. അങ്ങനെ പെട്ടെന്ന് വലിയ പണക്കാരനാകാൻ വേണ്ടി കൂടുതൽ സ്വർണ്ണമുട്ടകൾക്ക് വേണ്ടി കർഷകനും ഭാര്യയും ചേർന്ന് പാവം താറാവിനെ കൊന്നു. കത്തികൊണ്ട് അവർ താറാവിന്റെ വയറു കീറി. എന്നിട്ട് അതിനുള്ളിലെല്ലാം അവർ സ്വർണ്ണമുട്ടകൾക്കായി പരതി. പക്ഷേ താറാവിന്റെ വയറ്റിൽ ഒരു സ്വർണ്ണമുട്ട പോലും ഉണ്ടായിരുന്നില്ല. ദിവസവും ഒരു സ്വർണ്ണമുട്ട തന്നിരുന്ന താറാവിനെയാണ് തങ്ങൾ കൊന്നത്. അവരപ്പോൾ ചിന്തിച്ചു. അത്യാഗ്രഹം കാരണം പറ്റിയ മണ്ടത്തരമോർത്ത് കർഷകനും ഭാര്യയും ദുഃഖിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ അത്യാഗ്രഹിയായ കർഷകന്റെ കഥ? മറ്റൊരു നല്ല കഥയുമായി വീണ്ടും വരാം. പിന്നെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.